അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ IPL രണ്ടാമത്തെ അതിവേഗത്തിലുള്ള നേടിയ സെഞ്ചുറി നേട്ടത്തിൽ ക്രിസ് ഗെയിലിന് തൊട്ടു പിന്നിൽ അതിവേഗത്തിൽ IPL സെഞ്ചുറി നേടിയ ഒരു കൊച്ചു ബേബി 2020 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. പ്രായം വെറും 14 വയസ്സ് മാത്രം. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ബേബി കുട്ടി ആരാണെന്ന് അറിയാം? അത് വൈഭവ് സൂര്യവംശി. നമുക്കിന്ന് വൈഭവ് സൂര്യവംശിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 28 തിങ്കളാഴ്ച ഗുജറാത്ത് ടൈറ്റൻസിനോട് രാജസ്ഥാൻ റോയൽസ് ഏറ്റുമുട്ടുന്ന ഒരു മത്സരം. 11ാം ഓവറിൽ ഗുജറാത്തിന് വേണ്ടി പന്തെറിയുന്നത് അഫ്ഗാൻ താരം റാഷിദ് ഖാൻ. സ്ട്രൈക്ക് എൻഡിൽ ബാറ്റുമായി നിൽക്കുന്നത് ഒരു വെളുത്ത ഒരു പയ്യൻ, വെറും 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. റഷീദ് ഖാന്റെ ബോളിനെ 6 പറത്തിക്കൊണ്ട് വൈഭവ് തന്റെ ആദ്യ സെഞ്ചുറി കുറിക്കുമ്പോൾ പരിക്കേറ്റ കാലുമായി വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു കോച്ച് രാഹുൽ ദ്രാവിഡ്. അവിടെ നിന്ന് പരിക്കേറ്റ കാലുമായി ഇരിക്കുന്ന രാഹുൽ ദ്രാവിഡ് ആവേശത്തിൽ ചാടി എഴുന്നേറ്റ് കൈയടിച്ചു. ഒരു നിമിഷത്തേക്ക് തന്റെ കാലിലെ പരിക്ക് പോലും അദ്ദേഹം മറന്നുപോയി. അവിടെ നിന്ന് 35 ബോളിൽ നിന്നാണ് വൈഭവ് തന്റെ ആദ്യ സെഞ്ചുറി കുറിച്ചത്. 2013 ക്രിസ് ഗെയിൽ എന്ന മാരക ബാറ്റ്സ്മാൻ 30 ബോളിൽ നിന്ന് സെഞ്ചുറി തികച്ചുകൊണ്ട് എഴുതി ചേർത്ത ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡിന് തൊട്ടു പിന്നിലായി ഈ കൊച്ചു ബാലൻ. അതുമാത്രമല്ല റെക്കോർഡുകൾ. യൂസഫ് പട്ടാൻ 37 ബോളിൽ നിന്ന് നേടിയ സെഞ്ചുറി ആയിരുന്നു ഇതുവരെ 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സെഞ്ചുറി. ഒരു ഇന്ത്യൻ പ്ലെയർ നേടുന്ന ഏറ്റവും വേഗമേറിയ IPL സെഞ്ചുറി കൂടിയാണ് വൈഭവിന്റെ സ്കോർ രേഖപ്പെടുത്തി കഴിഞ്ഞു. മറ്റൊന്നുകൂടി ഉണ്ട്. അതായത് IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയൻ എന്ന റെക്കോർഡും നമ്മുടെ വൈഭവ് സൂര്യ സ്വന്തമാക്കി കഴിഞ്ഞു. 18 വയസ്സിൽ വിജയ് സോൾ നേടിയ റെക്കോർഡാണ് ഈ പയ്യൻ തിരിച്ചു കുറിച്ചത്. 17 ബോളിൽ 50 തികച്ചുകൊണ്ട് IPL ഏറ്റവും വേഗമേറിയ 50 നേടുന്ന അൺക്യാപ്ഡ് പ്ലെയർ അഥവാ ദേശീയ ടീമിൽ കളിച്ചിട്ടില്ലാത്ത താരം എന്ന റെക്കോർഡ് കൂടി ഈ പയ്യൻ സ്വന്തമാക്കി. ഋഷഭ് പന്തിന്റെ ലക്നൌവിനെ ഞെട്ടിച്ചുകൊണ്ടാണ് വൈഭവ് IPL അരങ്ങേറ്റം നടത്തിയത്. ഷർദുൽ ഠാക്കൂറിന്റെ ആദ്യ പന്തിൽ തന്നെ 6 തൂക്കി അടിച്ചുകൊണ്ടാണ് തുടക്കം. 20 ബോളിൽ 170 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 34 റൺസ് എടുത്തുകൊണ്ടാണ് അവൻ വരവറിയിച്ചത്. ഗുജറാത്തിനെതിരായ മാറ്റിൽ അവൻ അടിച്ചു കൂട്ടിയത് 11 സിക്സറുകളും 7 ഫോറുകളുമാണ്. പക്ഷെ ഈ പയ്യന്റെ തല്ല് വാങ്ങിക്കൂട്ടിയവര് എല്ലാവരും പ്രമുഖരാണ്. അവരാരും നിസ്സാരക്കാരല്ല. ഇഷാന്ത് ശർമ്മ, മുഹമ്മദ് സിറാജ്, വാഷിംഗ്ടൺ സുന്ദർ, റാഷിദ് ഖാൻ, കരീം ജന്നത്ത് ഇവരാണ് പ്രമുഖർ. ഇഷാദിന്റെ ഒരു ഓവർ 3 സിക്സറും 2 ഫോറും അടിച്ചുകൂട്ടി. അത് നമ്മൾ ഓർക്കണം. വാഷിംഗ്ടൺ സുന്ദറിന്റെ ഓവറുകൾ 2 സിക്സറും 1 ഫോറുമാണ് ആ പയ്യൻ പറത്തി ബൗണ്ടറിക്ക് പുറത്തേക്ക് തള്ളിക്കയറ്റിയത്. 38ാമത്തെ ഓവറിൽ പുറത്താകുമ്പോൾ വൈഭവിന്റെ സ്കോർ 101 റൺസ്. ഈ IPL പരാജയത്തിൽ ആറാടിക്കൊണ്ടിരുന്ന രാജസ്ഥാൻ റോയൽസിന് അവന്റെ ബാറ്റിംഗ് കരുത്തിൽ 8 വിക്കറ്റിന് ഗുജറാത്തിനെ കീഴടക്കുകയും ചെയ്തു. അതോടെ അവനൊരു വിളിപ്പേരും വന്നു. എന്താണെന്ന് അറിയാം? IPL ബോസ് ബേബി. അതേ പരിക്കിന്റെ പിടിയിലായ സഞ്ജു സാംസണും ക്യാപ്റ്റൻ സ്ഥാനത്തുള്ള റിയാൻ പരാഗിനും സാധിക്കാത്തത് സാധിച്ചെടുത്ത കുട്ടി ബോസ്. പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 2011 മാർച്ചിൽ ബീഹാറിലാണ് വൈഭവിന്റെ ജനനം. MS ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വീണ്ടും ലോകകപ്പ് നേടിയ അതേ വർഷം സമസ്തിപൂരിൽ കൃഷിക്കാരനായ സഞ്ജീവ് സൂര്യവംശിയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. 4ാമത്തെ വയസ്സിൽ തന്നെ വൈഭവ് ക്രിക്കറ്റിലുള്ള കഴിവ് പ്രദർശിപ്പിച്ചു തുടങ്ങി. അത് കണ്ടറിഞ്ഞ സഞ്ജീവ് കൃഷിപ്പണി കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ പിന്നെ അച്ഛനും മകനും ക്രിക്കറ്റ് കളി കളിക്കാൻ തുടങ്ങും. നമ്മളെ ഒരു മലയാള സിനിമയിൽ കണ്ട പോലെ 1983 എന്ന് പറയുന്ന നമ്മളെ മലയാള സിനിമയിൽ ഉള്ള പോലെ. പിന്നീട് സഞ്ജീവ് മകനെ അടുത്തുള്ള ബ്രജേഷ് ചാ എന്ന കോച്ചിന് സമീപത്തേക്ക് അയച്ചു. കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനം വേണമല്ലോ മകന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നീട് പാട്നയിൽ മനീഷ് ചായുടെ അടുത്തെത്തി. 14 വയസ്സിൽ തന്നെ വിനു മങ്കാട് ട്രോഫി, അണ്ടർ 19 ചാലഞ്ചേഴ്സ് ട്രോഫി, ACC അണ്ടർ 19 ഏഷ്യ കപ്പ് എന്നിവയിൽ തന്റെ പ്രതിഭ തെളിയിച്ചു ഈ പയ്യൻ.
കഴിഞ്ഞ വർഷം ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ കളിച്ച അവൻ ഓസ്ട്രേലിയക്കെതിരെ 58 ബോളിൽ സെഞ്ചുറി അടിച്ചിരുന്നു. അപ്പൊ ഇപ്പോൾ ഇവന്റെ IPL നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവരാണ് വൈഭവിനെ അഭിനന്ദിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് അവന്റെ 13ാം വയസ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം 1.1 കോടി രൂപയ്ക്ക് വൈഭവിനെ രാജസ്ഥാൻ വാങ്ങിയത്. അതും ഒരു റെക്കോർഡായിരുന്നു. IPL ആരംഭിക്കുമ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തവൻ IPL കഴിയുമ്പോൾ സ്കൂളിലേക്ക് തിരിച്ച് ബേഗും തൂക്കി പോകേണ്ടവൻ IPLനെ വിറപ്പിച്ച താരങ്ങളെയെല്ലാം വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നു. അവന്റെ ബാറ്റിന്റെ ചൂട് അറിഞ്ഞവരാണ് IPL കൊലകൊമ്പന്മാരായ ബൗളർമാർ. അവന്റെ ബാറ്റിന്റെ കരുത്തുകൊണ്ട് പയ്യൻ IPL മാത്രമല്ല ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രം തന്നെ തിരുത്തി കുറിക്കുമെന്ന കാര്യത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് യാതൊരു സംശയം ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ ഇത്രയുമാണ് നമുക്ക് IPL സൂര്യവംശിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക. ഒപ്പം ചെറിയ സബ്സ്ക്രൈബ് നൽകുക.